ദുര്യോധന രാജാവിന് സമയോചിതം പോലെ തന്നെ മുഖസ്തുതി ചെയ്തുകൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിച്ച് സ്വന്തം കാര്യം നേടാൻ സാമർഥ്യമുണ്ടെന്ന് മഹാഭാരതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ്. വാസ്തവത്തിൽ പ്രഥമമായി ഗണിക്കേണ്ടുന്ന ഭീഷ്മരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സ്ഥാനം ആചാര്യന് കൽപ്പിച്ചു കൊടുത്തു. പിന്നെയോ വികർണന് നൽകേണ്ടിയിരുന്ന സ്ഥാനം അശ്വത്ഥാമാവിന് കൊടുത്തുകൊണ്ട് ആചാര്യനെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ആചാര്യന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് പാണ്ഡവ സൈന്യത്തിനെ വർണ്ണിച്ചു കൊടുക്കുന്നതും. എന്നാൽ അത് മാത്രമല്ല, ബ്രാഹ്മണോത്തമ, നമ്മളുടെ സൈന്യത്തിൽ വിശിഷ്ടന്മാരായ നായകന്മാർ ആരെല്ലാമാണെന്ന് അങ്ങേക്ക് അറിയാം. എങ്കിലും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി മാത്രം ഞാൻ അങ്ങയോടത് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ പറയുകയാ. ഭവാനും ഭീഷ്മരും കർണനും യുദ്ധത്തിൽ ജയം മാത്രം നേടുന്ന കൃപാചാര്യരും അശ്വത്ഥാമാവും വികർണനും സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസും അത് തന്നെയുമല്ല, വേറെയും പല ശൂരന്മാരും എനിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തവരും പലവിധ ആയുധങ്ങളെ ധരിച്ചവരും എല്ലാവരും യുദ്ധത്തിൽ സമർത്ഥന്മാർ തന്നെയാണ്. ബാഹ്ലീകൻ, ഭഗദത്തൻ മുതലായ പല ശൂരന്മാരും ശൂലം, ചക്രം, ഗദ, ഖഡ്ഗം, പരിഖം എന്ന പലവിധ ആയുധങ്ങൾ കൊണ്ടും യുദ്ധം ചെയ്യുന്നതിൽ നിപുണന്മാരും എന്റെ ഭാഗത്തിൽ ജയം സമ്പാദിക്കുവാൻ വേണ്ടി പ്രാണനെ കൂടെ ഉപേക്ഷിക്കുവാൻ ഒരുങ്ങിയവരുമാണ്.